നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. ചെഞ്ചോരപ്പൂവുകൾ എന്ന ഈ ചരിത്രയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുന്നവരോടുള്ള ഓർമ്മപ്പെടുത്തലാണ്. ചരിത്രത്തിന്റെ പഴം ചുമരുകളിൽ കാലം കോറിയിട്ട രക്താക്ഷരങ്ങൾക്ക് വാക്കും നാക്കും നൽകി ചെഞ്ചോരപ്പൂവുകൾ 47-ാം എപ്പിസോഡിലേക്ക് കടക്കുന്നു. മണ്ണിനും മനുഷ്യന്റെ നിലനിൽപ്പിനും വേണ്ടി നടത്തിയ ഒളിമങ്ങാത്ത പോരാട്ടങ്ങളെയും ധീര രക്തസാക്ഷികളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചെഞ്ചോരപ്പൂവുകൾ ഇതാ മറ്റൊരു ചരിത്ര ദൗത്യത്തിലേക്ക്. ദുരിതപൂർണമായ ജീവിത വഴികളിൽ നിന്ന് വിജയം തെറുത്തു മുന്നേറിയ മലബാറിലെ ബീഡി തൊഴിലാളികളുടെ ത്യാഗപൂർണവും ഐതിഹാസികവുമായ പോരാട്ടത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും ഒളിമങ്ങാത്ത ഓർമ്മകളെ നെഞ്ചോട് ചേർത്താണ് ചെഞ്ചോരപ്പൂവുകളുടെ തുടർന്നുള്ള സഞ്ചാരം. ചെറുത്തുനിൽപ്പിന്റെ വീരഗാഥ ഭാഗം 1. 1930 മുതൽ ദേശീയ വിമോചന പ്രസ്ഥാനത്തിന്റെ സമര വഴികളിലെ നിരന്തര സാന്നിധ്യമായി ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചവരാണ് ബീഡി തൊഴിലാളികൾ. സാമൂഹിക ഉച്ചനീചത്വങ്ങൾക്കും മനുഷ്യത്വരഹിത ചൂഷണങ്ങൾക്കെതിരെയും ജീവൻ ബലികൊടുത്തും ജീവച്ഛവമായവരുമായ ബീഡി തൊഴിലാളികളുടെ കുതിപ്പും കിതപ്പും അനാവരണം ചെയ്യുകയാണ് ചെഞ്ചോരപ്പൂവുകൾ. കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ അവിസ്മരണീയമായ സംഭവ പരമ്പരകളാണ് ബീഡി തൊഴിലാളികൾ സൃഷ്ടിച്ചിട്ടുള്ളത്. കേരളത്തിലെ രക്തസാക്ഷികളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നിരവധി രക്തസാക്ഷികൾ ബീഡി തൊഴിലാളികളായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് 1940 സെപ്റ്റംബർ 15 തലശ്ശേരി കടപ്പുറത്തെ വെടിവെപ്പാണ്. അതിൽ രക്തസാക്ഷികളായവരിൽ 2 പേരിൽ ഒരാൾ സഖാവ് ചാത്തുക്കുട്ടി ബീഡി തൊഴിലാളിയായിരുന്നു. മറ്റൊരാൾ അധ്യാപകനായിരുന്ന അബു മാസ്റ്ററാണ്. 1954 ചെറുകല്ലായി വിമോചന സമരം, മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത് ചെറുകല്ലായിൽ നടന്ന വെടിവെപ്പ് ഫ്രഞ്ച് സാമ്രാജ്യത്വവുമായി നടത്തിയ ഏറ്റുമുട്ടലിൽ രക്തസാക്ഷികളായ സഖാക്കൾ PP അനന്തനും അച്യുതനും 2 പേരും ബീഡി തൊഴിലാളികളായിരുന്നു. സഖാവ് PP അനന്തനാണെങ്കിൽ ബീഡി തൊഴിലാളികളുടെ ആ കാലത്ത് സമുന്നതനായ ഒരു നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹം മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് മെമ്പറായിരുന്നു. ബീഡി തൊഴിലാളിയായി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ജനങ്ങളുടെ നേതാക്കന്മാരായിരുന്നു അന്നത്തെ ബീഡി തൊഴിലാളികളായ ഒട്ടേറെ പേരെന്നതാണ് ആ കാലഘട്ടത്തിലെ ബീഡി തൊഴിലാളികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നീട് കണ്ണൂർ ജില്ലയിലെ വിവിധ പോരാട്ടങ്ങളിൽ, സ്വാതന്ത്ര്യ സമരത്തിലും അതിനുശേഷം നടന്ന പോരാട്ടങ്ങളിലുമൊക്കെ, ജന്മിത്വത്തിനെതിരായി നടന്ന സമരത്തിലും ബീഡി തൊഴിലാളികൾ പ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ബീഡി തൊഴിലാളികൾ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക എന്നതിനേക്കാൾ ഉപരി സാമൂഹ്യ മാറ്റത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നതാണ് ബീഡി തൊഴിലാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. മാഹി വിമോചന സമരം നടത്തിയതിൽ ബീഡി തൊഴിലാളി സഖാക്കൾ പങ്കെടുത്തതും സെപ്റ്റംബർ 15 സമരത്തിൽ പങ്കെടുത്തതും ബീഡി തൊഴിലാളികളുടെ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയായിരുന്നു, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ആ കാലഘട്ടം മുതലേ സാമൂഹ്യ ബോധം, രാഷ്ട്രീയ ബോധം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായിരുന്നു കണ്ണൂർ ജില്ലയിലെ ബീഡി തൊഴിലാളികൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഇത് ദശാബ്ദങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിൻ്റെ ചിത്രം. നടുനിവർക്കാൻ അനുവദിക്കാത്ത കാടത്തത്തിലൂടെ, മാറുമറക്കാൻ നിർവാഹമില്ലാത്ത വിലക്കുകളിലൂടെ, വഴി നടക്കാൻ അനുവാദമില്ലാത്ത വിവേചനത്തിൻ്റെ നിർദ്ദയ നീതിയിലൂടെ മനുഷ്യർ പുഴുക്കളെപ്പോലെ ഇഴഞ്ഞു നീങ്ങിയിരുന്ന നാളുകൾ.
സഹനത്തിൻ്റെ പെരുമഴക്കപ്പുറം പ്രതിരോധത്തിൻ്റെ തീക്കാറ്റുയരുന്നതിന് സാക്ഷിയായി നിന്ന കാലം. ആ കാലത്തിന് നേരെ തിരിച്ചു പിടിച്ച കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന ചിത്രങ്ങൾക്ക് ധീരരക്തസാക്ഷികളുടെ ധീരോദാത്ത പോരാട്ടങ്ങളുടെ ആവേശവും സന്ദേശവുമുണ്ട്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് എന്ന പദത്തിൻ്റെ പര്യായമായി തീർന്ന ബീഡിക്കാരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ വീര്യതിഹാസമുണ്ട്. ഇവരുടെ ദുരിത ജീവിതത്തിന് അറുതി വരുത്താൻ അസംഘടിതരായ ഇവരെ സംഘടിപ്പിക്കാൻ സഖാക്കൾ പി കൃഷ്ണപിള്ളയും AKGയും അഴീക്കോടൻ രാഘവനും NSഉം സി കണ്ണനും NC ശേഖറും O ഭരതനും എന്നും മുന്നിൽ നിന്നവരാണ്. നിത്യജീവിതത്തിന്റെ പൊള്ളുന്ന സത്യങ്ങളോടൊപ്പം ഒരു തണലായി AKGയുടെ സാമീപ്യം ബീഡി തൊഴിലാളികൾക്ക് എന്നും ആശ്വാസമായിരുന്നു. നിലനിൽപ്പിന്റെ പോരാട്ട വീതികളിൽ പിടഞ്ഞു വീണവർ, മൃഗീയ മർദ്ദനത്തിന് നാൾവഴികളിലെ നേർ സാക്ഷികൾ, കിരാതനീതിയുടെ കരാളഹസ്തങ്ങളാൽ തുറുങ്കിലടക്കപ്പെട്ടവർ, സഖാക്കൾ കൊളങ്ങരയത്ത് രാഘവൻ, N അബ്ദുള്ള, PP അനന്തൻ, M അച്യുതൻ, ആലി രാധാകൃഷ്ണൻ, പൂവാടൻ പ്രകാശൻ, KV ബാലൻ, UP ദാമു, P കുഞ്ഞിക്കണ്ണൻ നായർ. ചുവന്ന നൂലുകൊണ്ട് വീട് ചുറ്റുമ്പോഴും ചുവന്ന കൊടിയിലെ സ്വാതന്ത്ര്യം സ്വപ്നം കണ്ട് മുന്നേറുന്നതിനിടയിൽ പൊലിഞ്ഞുപോയ ബീഡി തൊഴിലാളികളാണ്. ഇവരുടെ അവിസ്മരണീയ ജീവിതത്തിന്റെ ഏടുകളിലേക്കാണ് ചെഞ്ചോറ് പോവുകൾ നിങ്ങളെ കൈപിടിച്ചു കൂട്ടുന്നത്. ദക്ഷിണ ഏഷ്യയിൽ പുകവലിക്കാൻ പ്രചാരത്തിലുള്ള നാടൻ രീതിയാണ് ബീഡി. തെണ്ട് അഥവാ കോറമാൻഡൽ എബോനി എന്നറിയപ്പെടുന്ന മരത്തിന്റെ ഇലകൾ വളരെ ചെറുതായി ഒരേ അളവിൽ മുറിച്ചുണക്കി അതിൽ പുകയില പൊതിഞ്ഞാണ് ബീഡി ഉണ്ടാക്കുന്നത്. ഒരു കാലത്ത് മനുഷ്യന്റെ ആഡംബര വസ്തുക്കളിൽ ഒന്നായാണ് പുകവലിയെ കണ്ടിരുന്നത്. എന്നാൽ ഒരിക്കലും ജീവിതത്തിൽ അത്യാവശ്യമായ ഒന്നല്ല പുകവലി. പുകവലി ശീലിച്ചവർക്ക് ചിലപ്പോൾ അതൊരു അത്യാവശ്യ വസ്തുവായി തീർന്നിരിക്കാം. എന്തായാലും മനുഷ്യന്റെ ഈ ആവശ്യത്തിന് ഫലമായാണ് ഒരു തൊഴിലാളി വർഗം, ഒരു പുതിയ നായകനായി തൊഴിലാളി വർഗം ചരിത്ര രംഗത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മുൻകാലങ്ങളിൽ തൊഴിലാളി കലയിലെ ഒരു കഥാപാത്രമായിരുന്നു. ഇപ്പോൾ അയാൾ ഒരു പ്രധാന നടനായി തീർന്നിരിക്കുന്നു. പ്രസിദ്ധ മാർക്സിയൻ സൗന്ദര്യശാസ്ത്ര പണ്ഡിതൻ M റോസേന്തോളിന്റെ ഈ വാക്കുകൾ അന്വർത്ഥമാക്കിയവരാണ് ബീഡി തൊഴിലാളികൾ. സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വത്തിൽപ്പെട്ട് നന്ന ചെറുപ്പത്തിലെ വിദ്യാലയങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത് പുകയിലയുടെ രൂക്ഷഗന്ധം വമിക്കുന്ന ഇരുട്ടറകളിലേക്ക് വലിച്ചെറിഞ്ഞവർ. വ്യത്യസ്തങ്ങളായ ചൂഷണങ്ങൾക്കും മർദ്ദനങ്ങൾക്കും വിധേയരായി മുതലാളിമാരുടെ മുന്നിൽ വിനീത വൃദ്ധരായി കഴിയേണ്ടി വന്നവർ. ബീഡി തൊഴിലാളികൾ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കാളിത്തം ഉറപ്പിച്ചവരായിരുന്നു. കയ്യൂർ സമരക്കേസിൽ കയ്യൂരിലെ ധീരരായ സഖാക്കൾ കൊലമരം കയറി അതിൽപ്പെട്ട ഒരാൾ ബീഡി തൊഴിലാളിയാണ് സഖാ അബൂബക്കർ. അബൂബക്കർ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രവർത്തകനായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അതുപോലെ തന്നെ ബീഡി തൊഴിലാളിയായിരുന്നു. അബൂബക്കർ കൊലമരം കയറുമ്പോഴും ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച അബൂബക്കറിൻ്റെ പാരമ്പര്യം ഇന്നും ബീഡി തൊഴിലാളികൾ കാത്തുസൂക്ഷിക്കുന്നു. തലശ്ശേരിയിലെ അബൂ ചാത്തക്കുട്ടി, അതിലെ ചാത്തക്കുട്ടി ബീഡി തൊഴിലാളിയാണ്. ബീഡി തൊഴിലാളിയായ ചാത്തക്കുട്ടി തലശ്ശേരി കടപ്പുറത്ത് വെടിയേറ്റ് മരിച്ചു. അവിടെ ചെങ്കൊടി പിടിച്ചു പറ്റുന്നതിന് വേണ്ടി പലരും ശ്രമിച്ചപ്പോഴും ചെങ്കൊടി കൈവിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ വർഗബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചാത്തു രക്ഷയിലേക്ക് വരുമാനത്തിൽ കുറഞ്ഞ് തൊഴിലെടുക്കുന്നു, ഉയർന്ന വർഗബോധം നിലനിർത്തുന്നു എന്നത് ബീഡി തൊഴിലാളികളുടെ ഒരു പ്രത്യേകതയാണ്.
തൊഴിലാളികൾ ഒന്നിച്ചു നിൽക്കണമെന്ന പ്രാഥമിക ബോധം പോലുമില്ലാതിരുന്ന ഒരു കാലത്താണ് സംഘടിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കാനും ബീഡി തൊഴിലാളികൾ മുന്നോട്ട് വന്നത്. തൊഴിലെന്നത് കേവലം ജീവിതമാർഗം എന്നതിനപ്പുറം അതൊരു സംസ്കാരമാണെന്ന് തിരിച്ചറിഞ്ഞവരാണ് ബീഡി തൊഴിലാളികൾ. സാമ്പത്തിക ആനുകൂല്യത്തിന് മാത്രമല്ല, അളിഞ്ഞുനാറിയ ചാതുർവർണ്ണ വ്യവസ്ഥിതിയിലേക്ക് നാടിനെ നയിക്കുന്നവർക്കെതിരെയും ജനങ്ങളെ കൊള്ളയടിക്കുന്ന ബൂർഷ്വാസികൾക്കെതിരെയും പ്രക്ഷോഭ സമരത്തെ ഉപയോഗപ്പെടുത്തി അവർ ചെറുത്തുനിന്നു. ഇതിൽ വിരളിപൂണ്ട അധികാര ശക്തികൾ ഏകപക്ഷീയമായി അക്രമങ്ങൾ അഴിച്ചുവിട്ടു. അതിനെ അതിജീവിച്ച് മുന്നേറിയതിൻ്റെ നേർക്കാഴ്ചകളുമായി അടുത്തയാഴ്ച കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. tvIntimate@gmail.com